ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അവസാനം വരെ കാണുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ കേട്ടോ, സിമ്പിൾ കുക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞത് പൂരിയായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ ആക്കിയിട്ടില്ല. അതെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. റൈസ് കുക്കറിൽ ചോറൊക്കെ ഇറക്കി വെച്ചതിന് ശേഷം എന്താ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കണം കേട്ടോ. എല്ലാ പച്ചക്കറിയും പരിപ്പും എല്ലാം ഒരുമിച്ചിട്ടിട്ട് ഞാനൊന്ന് വിസിലാക്കാൻ വെച്ചു. അപ്പോൾ അത് വിസിൽ വരുമ്പോഴേക്കും ഞാൻ കുറച്ച് മീനുണ്ടായിരുന്നു, ഇന്നലത്തെയാണ്, ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഇട്ടിട്ട് മസാല കൂട്ടാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം ഐസ് പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. നല്ല ഐസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കുതിർത്തിയിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊന്ന് ഐസ് പോകാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. കുറച്ചും കൂടി ഉണ്ട്, ഫുള്ളായിട്ട് ഐസ് പോയതിന് ശേഷം നേരാക്കാൻ വേണ്ടി ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഐസെല്ലാം പോയി പാകത്തിനായപ്പോൾ ഞാൻ പോയിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. ക്ലീൻ ചെയ്യാൻ ഇരുന്നപ്പോഴാണ് നമ്മുടെ 4 പുറമുള്ള പൂച്ചകളൊക്കെ പുറത്ത് മീൻ നേരാക്കാൻ ഇരിക്കണം. എല്ലാവരും ഇതുപോലെയെന്ന് വിചാരിക്കണം കേട്ടോ. മീനിൻ്റെ സ്മെല്ല് കേട്ടിട്ട് എവിടുന്നേലൊക്കെ പൂച്ചകൾ കടന്നു കൂടും. അങ്ങനെ ഒന്ന് നമ്മുടെ പൂച്ച കേട്ടോ, ഇത് ലില്ലിയാണ്, ഞാൻ വളർത്തണ എൻ്റെ പൂച്ചയാണ് കേട്ടോ. അപ്പോൾ അതെപ്പോഴും അവിടെ തന്നെ ഉണ്ടാവാറ്. അങ്ങനെ ഞാൻ ക്ലീൻ ചെയ്യണതിൻ്റെയൊക്കെ മണ്ട വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്, അത് കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം പെട്ടെന്ന് ഞാൻ ഇന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊന്നും ചതക്കാതെ തന്നെ വെറും പെരുംജീരകവും മഞ്ഞളും മുളകും മല്ലിപ്പൊടി ഉപ്പിട്ടിട്ട് വേഗം ഒന്ന് മസാല കൂട്ടാമെന്ന് വിചാരിച്ചു. മറ്റേത് നല്ല സ്മെല്ലോ നല്ല മണമൊക്കെ തന്നെയാണ്, പക്ഷെ ഒന്ന് ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ച് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് മസാല കൂട്ടി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ കുക്കർ നല്ല വിസിൽ വരുന്നുണ്ട് കേട്ടോ. ഒരു 3 വിസിലായാൽ ഞാൻ ഓഫാക്കാമെന്ന് വിചാരിച്ച്. മസാല കൂട്ടിയതിന് ശേഷം നല്ല സ്മെല്ലാണ് കേട്ടോ. 2 കറിവേപ്പിലയും കൂടി അതിൻ്റെ മേലൊന്ന് വെറുതെ വെതറി കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത് നല്ല മണമാണ്. എന്നും ഇങ്ങനെ തന്നെ കേട്ടോ, ഒന്ന് വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ട്. അങ്ങനെ 3 വിസിലായപ്പോൾ ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടൊന്ന് തുറന്ന് നോക്കിയിട്ടോ. അപ്പോൾ പാകത്തിന് കുക്കൊക്കെ ആയിട്ടുണ്ട്, പച്ചക്കറിയൊക്കെ. ഇനി അതൊന്ന് നമുക്ക് കടുകും ഉലുവയും ഉണക്കമുളകും വേപ്പിലയും സാമ്പാർ പൊടിയും കായപ്പൊടിയും ഒക്കെ കൂടി വെച്ചിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചൊഴിക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ സാമ്പാറും അപ്പോൾ പെട്ടെന്നാവും. വിസിൽ 3 വിസിലായാൽ നമ്മളിതുപോലെ ചെയ്യുന്ന നല്ല അടിപൊളി സാമ്പാർ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അത്യാവശ്യം കുറുക്കം കിട്ടും, ഓവറായിട്ട് വെള്ളമൊന്നും ഒഴിക്കാനും മതി. അത്യാവശ്യം കുറുകിയിട്ട് നമുക്ക് നല്ല സാമ്പാർ കിട്ടും. ഞാൻ എളുപ്പപ്പണി അധികം തേങ്ങ അരപ്പില്ലെങ്കിൽ അധികം ഇങ്ങനെ പെട്ടെന്ന് ഈസി ആയിട്ട് വിസിലാക്കിയിട്ടുള്ള സാമ്പാറാണ് ഉണ്ടാക്കാറ് കേട്ടോ. ഇനി ആ ചട്ടിയിൽ തന്നെ ഞാൻ സാമ്പാർ തൂമിച്ച് അതേ ചട്ടി തന്നെ ഒന്ന് കഴുകിയിട്ട് വെറുതെ ഒന്ന് ചുവറ്റിയിട്ട് അതിൽ തന്നെ ഞാൻ മീനും കൂടി ഒന്ന് ഫ്രൈ ആക്കണം കേട്ടോ. കാരണം ഇനി വേറെ ഒന്നും എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അതിൽ തന്നെ ഞാൻ മീനും കൂടി ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ പാകത്തിന് ഞങ്ങൾക്കുള്ളത് മാത്രമേ എടുക്കണുള്ളൂ, ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെച്ചു കേട്ടോ. അതിലിരിക്കട്ടെ വിചാരിച്ചു. അങ്ങനെ നമ്മുടെ അയില നന്നായിട്ട് വറുത്ത് വരുന്നുണ്ട്. അപ്പോൾ കുറേ നേരം ഞാൻ ഒരു കൈ വെച്ച് ചെയ്യുന്നുണ്ട്, കുറേ നേരം അങ്ങോട്ടും കൂടി ഇട്ട് തട്ടി നോക്കി. അവസാനം ഞാൻ ഒന്ന് മറിച്ചിട്ടിട്ടാണ് പിന്നെ വീഡിയോ എടുക്കണത് കേട്ടോ. കാരണം ഒരു കൈ വെച്ചെടുക്കണോണ്ടേ ഒരു സൈഡ് പിടിക്കാത്ത കാരണമാണ് തോന്നുന്നുണ്ട്, ഒന്ന് പെട്ടെന്നൊന്നും മറിച്ചിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ മീനും അങ്ങനെ റെഡിയായി. അങ്ങനെ എൻ്റെ ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞ് കുളിയും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഫുഡൊക്കെ കഴിക്കട്ടെ, ബായ്.